വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇത് എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് 2025 ആണ്. ഈ വീഡിയോ എടുത്തു തുടങ്ങുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ, ലാസ്റ്റ് ഡേ ഓഫ് 2025. അതിന് ക്യാപ്ഷൻ വരെ ഞാൻ മൈൻഡിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്യുമെൻറ്റിങ് ദ ലാസ്റ്റ് ഡേ ഓഫ് 2025. അങ്ങനെ വിചാരിച്ച് തുടങ്ങിയ വീഡിയോ ആയിരുന്നു. പക്ഷേ ഇത് ലാസ്റ്റ് അവസാനിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറിൻ്റെ സിനിമയായിട്ടാണ് അവസാനിച്ചത്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് തുടരെ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കം ബാക്ക് ടു മൈ പോയിന്റ്. അങ്ങനെ ഞാനും ആനന്ദേട്ടനും ഒന്നിച്ച് വണ്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം ന്യൂ ഇയർ ആകുമ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് വലിയ പ്ലാനൊന്നുമില്ല, അവന് ചർച്ചിൽ പോകണമായിരുന്നു, അതുകൊണ്ട് നേരത്തെ ഇറങ്ങണം. അതുകൊണ്ട് അവൻ വണ്ടി എടുത്തു. അപ്പം ഞാനും അവൻ്റെ കൂടെ വണ്ടി വന്നു. അത് കഴിഞ്ഞ് ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അകത്ത് ഞങ്ങൾക്ക് ഫോൺ ആക്സസ് ഇല്ല. ഓഫീസിലെത്തി ആസ് യൂഷ്വൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2:30 ആയ സമയത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേളിൽ ഞങ്ങളുടെ ഫുഡ് കോർട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ബിരിയാണി, ഫ്രൈഡ് റൈസ് അതെല്ലാം തേടിപ്പോയപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ കംഫർട്ട് സോണായിട്ടുള്ള, എൻ്റെ കംഫർട്ട് ഫുഡായിട്ടുള്ള ഷവർമ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ലൈം മേടിച്ചു. അതിൽ ആവശ്യമില്ലാതൊരു കോക്ക് മിക്സ് ചെയ്ത് വല്ലാതൊരു വൃത്തികെട്ട് ടേസ്റ്റ് ആക്കിയിട്ട് അത് കുടിക്കാതെ വെച്ചിട്ട് പോയി. പിന്നെ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുടിച്ചു. എനിക്കൊന്ന് വയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നാൻ ടേസ്റ്റ് ഒന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഷിഫ്റ്റിന് കയറി. പിന്നെ ഞങ്ങൾ ടീ ബ്രേക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു 5:30 ആയ സമയത്ത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ നിങ്ങൾക്ക് ഫുഡടി മാത്രമല്ലേ നടക്കുന്നുള്ളൂ, പണിയൊന്നും നടക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, അതിനകത്ത് നല്ല പണി നടക്കുന്നുണ്ട്. ബ്രേക്കിന് ഇറങ്ങുമ്പോൾ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അതാണ് വാസ്തവം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫുഡ് കോർട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ലിഫ്റ്റിൽ പോയപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയ അരുൺ ചേട്ടൻ സ്റ്റെപ്പ് കയറിയാൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫുഡ് കോർട്ടിൽ പോയി. അവിടെ പോകുമ്പോഴത്തേനും എന്തേലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് ഡൈവേർട്ട് ആവും കേട്ടോ. ഞങ്ങൾ വെറും ചായ കുടിക്കുക, ഒരു കട്ടൻ കുടിക്കാന്ന് പറഞ്ഞ് പോയാലും അവിടെ ഓരോ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേനും അറിയാണ്ട് നമ്മുടെ മനസ്സൊക്കെ ചാഞ്ചാടും. അങ്ങനെ എല്ലാവരുടെ മനസ്സും ചാഞ്ചാടിയ സാധനങ്ങൾ ഞങ്ങളുടെ ടേബിളിലുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് സ്വദേശി. അവിടെ പോയി ചായ, കോഫി, കട്ടൻ, ബൂസ്റ്റ് അങ്ങനെ എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ ഷോപ്പിൽ പോയി ഓരോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ കണ്ടതിൽ ക്രേവിങ്സ് വന്നത് കേക്കായിരുന്നു. അവിടെ ഒരു ഷോപ്പുണ്ട്, കേക്ക്സ്, പേസ്ട്രീസ് അങ്ങനെയൊക്കെ. അത് കണ്ടപ്പോഴത്തേനും അറിയാണ്ട് എൻ്റെ കൺട്രോൾ പോയി. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ചായയും മേടിച്ചിട്ട് ചുമ്മാ ഒന്ന് ആ ഷോപ്പിൻ്റെ കണ്ണാടി കൂട്ടിനകത്തോട്ട് നോക്കിയതാ. ഇത് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അങ്ങനെ റെഡ് വെൽവെറ്റും അതുപോലെ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാനത് മേടിക്കുക അവിടെ നിന്നപ്പോൾ പിന്നെ ബാക്കിയുള്ളവരും ചുമ്മാ കണ്ണാടി കൂട്ടിൽ നോക്കുമല്ലോ. അങ്ങനെ അവരും ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ മേടിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിക്കുക. അതാണ് എപ്പോഴും ഉള്ളത്. ആക്ച്വലി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫേവറേറ്റ് മൊമെൻറ്റ്സ്. എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും ബ്രേക്കിനൊക്കെ പോകുമ്പോഴും നമുക്ക് കുറേ സമയം ഒന്നിച്ച് കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ ഒത്തിരി സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് ലൈഫിൽ കിട്ടുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടേബിൾ. പലതരം വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ടേബിൾ ഇതായിരുന്നു. എല്ലാവരും മേടിച്ച് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും കോമഡി. അപ്പോൾ ഇതായിരുന്നു മെയിൻ കോഴ്സായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ്റെ റിവ്യൂ ഒക്കെയാണ്. 10ന് 8.25. ഇതുപോലെ 1ഉം 2ഉം ഒക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ബ്രേക്ക് ടൈം നല്ല പോലെ എൻജോയ് ചെയ്യാറുണ്ട് എപ്പോഴും. പക്ഷെ എപ്പോഴും ഞങ്ങൾക്ക് ഇതുപോലെ ലഞ്ച് ടൈമിന് വരാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഉള്ള സമയത്തിനിടയിൽ. പിന്നെ ആ വാങ്ങിച്ച കേക്കിനുള്ള റിവ്യൂ ആണിത്. എന്താ കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അവനും മനസ്സിലായിട്ടില്ല. എനിവേ കേക്ക് നല്ലതായിരുന്നു. കേക്ക് മാത്രമല്ല എല്ലാം നല്ലതായിരുന്നു. അവിടെ നമുക്ക് അറിയാമല്ലോ എല്ലാ സ്പോട്ടും, മീൻസ് അവിടെ ഉള്ളതെല്ലാം നമുക്ക് അറിയാം ഷോപ്പൊക്കെ. അപ്പം അതിനകത്ത് ഏതാ നല്ല ഫുഡെന്ന് വെച്ചാൽ അതും നമുക്കറിയാം. അപ്പം അങ്ങനെ ഉള്ളതേ നമ്മൾ മേടിക്കാറുള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ച് ഗ്യാദർ ചെയ്ത് കുറേ നേരം സംസാരിച്ച് കുറേ നുണകളൊക്കെ പറഞ്ഞ് പലരുടെയും കുറ്റങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളവരെ കുറിച്ച് അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഈ കാണിച്ച പോലെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ആക്ച്വലി പണിയൊന്നും ഇല്ലേ, ബ്രേക്ക് തന്നെയാണോ എന്ന് ചോദിക്കുന്നവരോട് പണിയൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് കിട്ടുന്ന ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾ ഇറങ്ങുന്നത് ഷിഫ്റ്റ് എൻഡിലായിരിക്കും. ഇനി ഞങ്ങൾക്കൊരു ബ്രേക്ക് ഇല്ല. ഇതാണ് ഞങ്ങളുടെ ലോങ് ബ്രേക്ക്. ആക്ച്വലി ലഞ്ച് ബ്രേക്ക് തന്നെ ഞങ്ങൾ ഒരു 1/2 hour ആ ഒരു അത്രയൊക്കെ എടുക്കത്തുള്ളൂ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം ബാൽക്കണി നിൽക്കാന്ന് പ്ലാൻ ചെയ്തു. അപ്പം പിന്നെ ഈ എടുത്ത സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ട് വെക്കണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൊണ്ടുവച്ചപ്പോൾ നമ്മുടെ നീലക്കുയിലിനെ പരിചയപ്പെടുന്നതാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്ന ദൃശ്യം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്പൈസി. ഇത് ഫുള്ള് നീലയാണല്ലോ. ഈ വീഡിയോ ഫുൾ എനിക്ക് എടുത്തു തന്ന അജ്മലാണ്. അവനെ ഞങ്ങൾ നീലക്കുയിലെന്നാണ് വിളിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്രയ്ക്ക് ആത്മാർത്ഥത. ഒരാൾ കരയുവാണെങ്കിൽ ആ കണ്ണീർ തുള്ളി വരെ അവൻ ഒപ്പിയെടുക്കും. അമ്മാതിരി ആത്മാർത്ഥതയാണ്. അത് ഈ വീഡിയോ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 30 seconds വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഞാൻ ലാസ്റ്റ് 3 hours ഉണ്ടായിരുന്നു എല്ലാ വീഡിയോയും കൂടെ. 3 hours ഇല്ല, എന്തായാലും അത്രയും ഉണ്ടായിരുന്നു. അവൻ എടുത്ത വീഡിയോസ് എല്ലാം കൂടി ഞാൻ ഇട്ടപ്പോൾ പിന്നെ അത് കട്ട് ചെയ്ത് ഞാനൊന്ന് കുറയ്ക്കാൻ പറ്റ പാടെ എനിക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ബാൽക്കണി ഇറങ്ങി. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര നൈസായിട്ടോ. ആ കാണുന്നത് കോടയല്ല, പൊല്യൂഷനാണ്, ബട്ട് സ്റ്റിൽ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾ കാണുന്നതല്ല അജ്മലിന്റെ വ്ളോഗിങ് സ്കിൽ. ശരിക്കും ഇതിലെ നടന്നു പോകുമ്പോൾ ദേവികയുടെ ഷോട്ടുകൾ എടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. ഹൻസ പറയുന്നത് അടുത്ത വർഷം ടെക്നോ പാർക്കിൽ ഒരു മെട്രോ വരുന്നതെന്നാണ് പറയുന്നത്. ഇതാണ് പുതിയ അപ്ഡേറ്റ്. ഇപ്പൊ ദേവിക എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഒന്നും മനസ്സിലായിട്ടില്ല. എന്താണോ എന്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ നടന്നു പോകുന്ന 3 പേരെയാണ് ഈ കാണുന്നത്. പുറത്തൊന്നും ഒരു മനുഷ്യര് പോലും ഇല്ല. പക്ഷെ ഇതാ ഇവിടെ ചായ കുടിച്ച് കറങ്ങി നടക്കുന്ന ദേവിക എന്റെ ടീം. ഹൻസ തള്ള എപ്പോഴാണ് നിർത്തുന്നത്? 2025 പറ്റിയുള്ള അഭിപ്രായം. നല്ല വർഷമായിരുന്നു. ഗായ്സ് ഇതാ കടന്നു വന്നിരിക്കുന്നു. ആരവിടെ? ഹായ്. അങ്ങനെ ഇതുപോലെ ഇൻട്രോവേർട്ട് അജ്മൽ എടുത്ത ക്ലിപ്സ് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വർക്കിന് കയറി. വീണ്ടും ഞാൻ പറയുക, അതിനകത്തുള്ള ക്ലിപ്സ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഷിഫ്റ്റ് എൻഡ് ടൈം 9:30 ആയപ്പോഴേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ഒരു സ്ഥലം വരെ പോവാണ് ഡിന്നറിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇന്ന് ഫുള്ള് ഫുഡിങ് ആണോ എന്ന് ചോദിച്ചാൽ 2025 തീരുമല്ലേ, നമുക്ക് ഫുഡ് കഴിച്ചങ്ങ് അർമാദിക്കാം. അപ്പം ഞങ്ങൾ ഇറങ്ങി. നേരെ ഞങ്ങൾ പോയത് കഴക്കൂട്ടത്ത് ബാംഗ്ലൂർ ജ്യൂസിലായിരുന്നു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങൾ ടെക്നോ പാർക്കിൻ്റെ നൈറ്റ് വ്യൂ. അതായത് ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. ഇനി ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നല്ല ചില്ല് ചെയ്ത് അരുൺ ചേട്ടൻ്റെ കാറിൽ ബാംഗ്ലൂർ ജ്യൂസിലേക്ക് പോയി. അവിടെ പോയിട്ട് കുറേ സാധനങ്ങളുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം നിന്നും ഇരുന്നും പോയി നടന്നും ഒക്കെ ഇരുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡ് വന്ന് കഴിച്ചിട്ട് 10:30 ക്യാബിൽ എനിക്ക് വീട്ടിലും വരണമായിരുന്നു. കാരണം വീട്ടിൽ വന്നിരുന്നിട്ട് വേണം എനിക്ക് മുന്നിട്ട് ടേബിളിൻ്റെ അടിയിലിരുന്ന് കഴിക്കാൻ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തു കേട്ടോ. സാൻഡ്വിച്ച്, പിന്നെ ഒരു റോള്, പിന്നെ കുലുക്കി, പച്ചമാങ്ങ കുലുക്കി, അല്ലാത്ത കുലുക്കി, പാഷൻ ഫ്രൂട്ട്, മാംഗോ ജ്യൂസ്, വാട്ടർ മെലൺ, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. പിന്നെ അവർ ഞങ്ങളോട് റിവ്യൂ ഒക്കെ ഇടണേന്നൊക്കെ വന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറയാൻ പറഞ്ഞു കൂടെ ഉള്ളവരോട് 10K ഫോളോവേഴ്സ് ഇൻസ്റ്റയിലുള്ള ആളാണെന്നൊക്കെ പറയാമെന്നൊക്കെ. ആരും പറഞ്ഞില്ല, പിന്നെ ഞാനും പറഞ്ഞില്ല. ഇത് ചെയ്യാനാ പുച്ഛം തന്നെ എല്ലായിടത്തുനിന്നും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേറെ ഒന്നുമില്ല, ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയി. വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, നമുക്ക് വേറെ ന്യൂ ഇയർ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ കിടന്നുറങ്ങാൻ തന്നെയായിരുന്നു. അപ്പം പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിയുന്നവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ ഷോപ്പിന് ഒരു ഓണറുമായി. കാരണം അത്ര കലമ്പായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. കാരണം ഇനി നമുക്ക് ഷിഫ്റ്റിന് കയറണ്ടല്ലോ, വീട്ടിൽ പോയാൽ മതിയല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന് അജ്മലിൻ്റെ വീഡിയോ എടുക്കൽ കാരണം അവിടെ ഇരുന്നവർക്ക് തന്നെ മടുത്ത്. എന്നിട്ട് പറഞ്ഞു, നീ ഇല്ലല്ലോ വീഡിയോയിൽ, നിന്നെ ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇൻട്രോവേർട്ടാണ് നോ എന്ന് പറഞ്ഞ് അങ്ങനെ ഫുൾ ഓൺ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു എല്ലാവരുമായിട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ സമയമായി. വീട്ടിൽ പോകണമല്ലോ, കാരണം ക്യാബ് കയറണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ 2025 ലാസ്റ്റ് ഡേ അല്ലേ, സോ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ പോകുന്ന വഴിക്ക് ഹൻസേച്ചി നടന്നു പോയപ്പോൾ ഹൻസേച്ചി പേടിപ്പിക്കാം അജ്മൽ പറഞ്ഞു. ഞാൻ വല്ലട്ടോ ഒന്ന് സൗണ്ട് അതായിരുന്നില്ല.
ഹാപ്പി ന്യൂ ഇയറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ റോഡിൽ കൂടെ വിളിച്ച് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് ചേച്ചിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പാർക്കിനകത്ത് കയറി. പിന്നെ ഞാൻ വീട്ടിൽ പോയി 12 മണി ആയപ്പോഴത്തേനും നല്ല ഫയർ വർക്സിൻ്റെയൊക്കെ സൗണ്ട് കേട്ട് പുറത്തിറങ്ങി. പക്ഷെ ഞാൻ ഫയർ വർക്സ് കണ്ടില്ല, പക്ഷെ ഫുൾ മൂൺ കണ്ട സന്തോഷത്തിൽ ആ ഫുൾ മൂണിൻ്റെ 2 വീഡിയോ എടുത്തിട്ട് ഞാൻ പോയിക്കൊണ്ട് തുടങ്ങി. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ 2025 മൊത്തത്തിൽ 2025 ലാസ്റ്റ് ഡേ? ഇതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബായ്. പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം അത്രയുള്ളൂ. ബായ്.